സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു കൂടി ക്ഷേമ പെൻഷൻ വിതരണമുണ്ടായിരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഏപ്രിൽ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഷുവിന് മുൻപ് തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. 60 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് 1600 രൂപ വീതം വിതരണം ചെയ്തത്. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ഈ തുക എത്തിച്ചേർന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് സഹകരണ സംഘങ്ങളിലൂടെ നേരിട്ട് തന്നെ കൈകളിലേക്കും ഈ തുക എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഈ തുക കൈപ്പറ്റുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടി ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി. ഇത് സർക്കാർ ജോലിയുള്ള ആളുകൾ വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തുകയും അവർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ 18% വരെ പലിശയടക്കം ഫണ്ട് തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ട നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധന സജീവമായി നടക്കുമ്പോൾ ആരാണ് ഇത്തരം അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അനർഹരായ ആളുകളെ പരിശോധിക്കുമ്പോൾ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള ആളുകൾ, സ്വന്തമായി 1000 cc മുകളിൽ വാഹനമുള്ളത്, വീട്ടിൽ ഇനി 1000 സ്ക്വയർ ഫീറ്റോ അതല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് പക്ഷേ AC പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ, എല്ലാ ഭൂമിയും കൂട്ടിയിട്ട് 2 ഏക്കറിൽ കൂടുതൽ സ്വന്തമായി ഭൂമിയുണ്ട് എങ്കിൽ, സർക്കാർ ജീവനക്കാർ അതല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന മറ്റു ജോലി ചെയ്യുന്ന ആളുകൾ, 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ആളുകൾ, ഇത്തരം സൗകര്യങ്ങളുള്ള ആളുകൾ ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അനർഹമായിട്ടാണ് ഇത് വാങ്ങുന്നത്. അത്തരം ആളുകളെ കണ്ടെത്താനുള്ള പരിശോധന സജീവമായി നടക്കുന്നുണ്ട്. ഇത് എല്ലാ മേഖലകളിലും പെട്ടെന്നുള്ള ഒരു പരിശോധനയിലേക്കല്ല പോകുന്നത്, പക്ഷേ ഘട്ടം ഘട്ടമായ പരിശോധനയാണ് നടക്കുന്നത്. ഇത്തരം ഒരു പരിശോധന നാളെ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തേക്കും വരാം. പേടിക്കേണ്ട സാഹചര്യമില്ല. നിങ്ങൾക്ക് ഇതിൽ 1-2 കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാനുള്ള കാരണം കൂടി നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നടപടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.